Hello, my dear students. Welcome back to 15th session of Industrial Relation. നമ്മൾ രണ്ടാമത്തെ മോഡ്യൂളിലാണ് ട്രേഡ് യൂണിയൻസ്. ഇന്ന് നമ്മൾ ഈ മോഡ്യൂളിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഈ മോഡ്യൂളിൽ ട്രേഡ് യൂണിയൻ ഇൻ ഇന്ത്യ അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അഫ്കോഴ്സ് നമ്മുടെ ഇന്ത്യയിലുള്ള ട്രേഡ് യൂണിയൻസ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് 1926 പ്രകാരമാണ്. അതനുസരിച്ച് ഇപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഓൾ ഓവർ ഇന്ത്യയിൽ ഏകദേശം 48,000 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വർക്കേഴ്സ് യൂണിയൻസ് ഉണ്ട്. പിന്നെ 10 സെൻട്രൽ ലേബർ ഓർഗനൈസേഷൻസും ഉണ്ട്. ഇവരുടെയൊക്കെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മളുടെ നാഷണൽ കമ്മീഷൻ ഓഫ് ലേബർ അനുസരിച്ചിട്ട് നമ്മളുടെ ഇന്ത്യയിലുള്ള യൂണിയൻസിൻ്റെ സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അവിടെ സിമ്പിൾ ആൻഡ് ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. 3 ടൈപ്പ് യൂണിയൻസാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്: ജനറൽ യൂണിയൻസ്, ക്രാഫ്റ്റ് യൂണിയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂണിയൻസ്. അതിൽ ഈ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ആണ്. പിന്നെ പലപ്പോഴും നമ്മൾ ഇന്ത്യയിലുള്ള എംപ്ലോയീസ് നോക്കുകയാണെങ്കിൽ അവർ യൂണിയനായിട്ട് ഫോം ചെയ്യുന്നത് അവർ വർക്ക് ചെയ്യുന്ന പ്ലാൻസിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ കൂടുതൽ ഇൻഡസ്ട്രീസിനെ ബേസ് ചെയ്തിട്ടല്ല. പിന്നെ ക്രാഫ്റ്റ് യൂണിയൻസ് നോക്കുകയാണെങ്കിൽ അധികം ക്രാഫ്റ്റ് യൂണിയൻസ് നമ്മൾ നോൺ ഇൻഡസ്ട്രിയൽ പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കേഴ്സിലാണ് കാണപ്പെടുന്നത്. ലൈക്ക് ഇപ്പോൾ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ യൂണിയൻ, ടോങ്ക ഡ്രൈവേഴ്സ്, അതായത് കുതിരവണ്ടി ഓട്ടുന്നവർ, റിക്ഷ പുള്ളേഴ്സ്, ജേർണലിസ്റ്റ്, ടീച്ചേഴ്സ്, ബാങ്ക് എംപ്ലോയീസ്, അങ്ങനെ പറഞ്ഞിട്ട് നോൺ ഇൻഡസ്ട്രിയിലുള്ള പ്രൊഫഷണൽ വർക്കേഴ്സിൻ്റെ ക്രാഫ്റ്റ് യൂണിയൻസാണ് കാണുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഹൈറാർക്കി അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന ഇന്ത്യയിലുള്ള യൂണിയൻസിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഈ ട്രേഡ് യൂണിയൻസിനെ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അല്ല, ആദ്യത്തെ പ്രൈമറി യൂണിയൻസാണ് ഈ പറയുന്ന പ്ലാന്റ് ലെവലിലുള്ള എംപ്ലോയീസ് ഫോം ചെയ്തിട്ടുള്ള പ്രൈമറി യൂണിയൻസ്. പിന്നെ റീജിയണൽ ലെവലിൽ ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ സെൻട്രൽ ലേബർ ഓർഗനൈസേഷൻ നാഷണൽ ലെവലിൽ. ഓക്കെ, ഇനി ഈ പറയുന്ന യൂണിയനൈസേഷൻ നമ്മുടെ കൺട്രിയിൽ അത്ര യൂണിഫോം ആയിട്ടുള്ള രീതിയിലല്ല ഫോം ചെയ്തേക്കുന്നത്. ചില ഇൻഡസ്ട്രീസിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള യൂണിയനൈസേഷൻ ഉണ്ടെങ്കിൽ ചില ഇൻഡസ്ട്രീസിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഏകദേശം 70% എംപ്ലോയീസും യൂണിയനൈസ്ഡ് ആണ്. പക്ഷേ ജൂട്ടിലെ ഇൻഡസ്ട്രിയിലും അതുപോലെ കെമിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ 24-21% എംപ്ലോയീസ് ട്രേഡ് യൂണിയൻസിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളൂ. നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് കുറച്ചുകൂടി വേഴ്സ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്സുകൾ ഈ പറയുന്ന നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. അതുപോലെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ലീഡേഴ്സിനെയും ലേബർ ഓർഗനൈസേഷനെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അധികം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ഇനി സ്റ്റേറ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പാറ്റേൺ നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. ചില സ്റ്റേറ്റ്സിൽ നമ്മുടെ യൂണിയൻസിൻ്റെ ഹെവി കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മറ്റുള്ള ചില സ്റ്റേറ്റ്സിൽ അത്ര ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ മിക്ക ട്രേഡ് യൂണിയൻസും ഈ പറയുന്ന പൊളിറ്റിക്സുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ട്. കാരണം നമ്മളുടെ പ്രീ ഇൻഡിപെൻഡൻസ് ടൈമിൽ ഈ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ്സ് നമ്മുടെ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇരുന്നത് കൊണ്ട് ആ ഒരു നാഷണൽ സെൻറ്റിമെൻറ്റ് നമ്മളുടെ ഈ ട്രേഡ് യൂണിയൻസും പൊളിറ്റിക്സും തമ്മിൽ ചേരാനായിട്ട് കാരണമാവുകയും അങ്ങനെ നല്ല ബന്ധം പൊളിറ്റിക്സും അതുപോലെ ട്രേഡ് യൂണിയൻസായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഫ്രീഡം കിട്ടിയ ശേഷമാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സിന് നമ്മളുടെ ട്രേഡ് യൂണിയൻസായിട്ട് നല്ല സ്ട്രോങ് ബന്ധം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അന്ന് ലീഡേഴ്സായിട്ട് CR ദാസ്, സുഭാഷ് ചന്ദ്രബോസ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനും അതുപോലെ ഓൾ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെയൊക്കെ പ്രസിഡൻ്റായിട്ടും ആക്ട് ചെയ്തിരുന്നതാണ് അന്നത്തെ കാലഘട്ടത്ത്. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തൊക്കെ നമ്മൾ ട്രേഡ് യൂണിയൻസൊക്കെ പൊളിറ്റിക്കൽസായിട്ട് നല്ല ഒരു ശക്തമായിട്ടുള്ള റിലേഷൻ ഉണ്ടെങ്കിലും ഇപ്പോഴൊക്കെ ഉള്ള ഗ്രൂപ്പ്സൊക്കെ വളരെ വീക്കായിട്ടുള്ള മൂവ്മെൻറ്റ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ ട്രേഡ് യൂണിയൻസ് എടുത്ത് നോക്കുമ്പോഴും അതിൻ്റെ കമ്പാരിറ്റീവ്ലി സൈസ് വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആവറേജ് മെമ്പേഴ്സ് ഇപ്പോൾ ഒരു യൂണിയൻ്റെ ഏകദേശം 900+ ആണ് വരുന്നത്. ആദ്യമൊക്കെ 1500 ഒക്കെ ഉണ്ടായിരുന്നു. 5 ഡേക്കേഡ്സ് കഴിഞ്ഞപ്പോഴേക്കും അത് 1500 നിന്നും 900 ആയിട്ട് കുറഞ്ഞു.
പിന്നെ ഈ പറയുന്ന മെമ്പർഷിപ്പ് കുറയുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ട്രേഡ് യൂണിയൻസ് മിക്കതിൻ്റെയും ഫിനാൻഷ്യൽ കണ്ടീഷനും വളരെ വീക്കായി മാറി. പല ട്രേഡ് യൂണിയൻസിൻ്റെ ഒരു ആവറേജ് ആനുവൽ ഇൻകം തന്നെ 4000 രൂപയിലും കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീക്ക്നെസ് കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട്, അവരത്രയും വയലൻസും ആവുന്നില്ല എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ. പിന്നെ നമ്മളുടെ ഈ പറയുന്ന സിംഗിളായിട്ടുള്ള വൺ ഷോപ്പ് യൂണിയൻസ് എന്ന് പറയുന്ന ചെറിയ യൂണിയൻസിനൊക്കെ സെൻട്രൽ യൂണിയൻസിൻ്റെ അഫിലിയേഷൻ അങ്ങനെ കാര്യമായിട്ടില്ല. നമുക്ക് ഓൾറെഡി 10 സെൻട്രൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ 10 ഓർഗനൈസേഷനും അവരുടെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള അഫിലിയേഷൻസാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി നോക്കുമ്പോൾ 2 അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് 2 തരത്തിലായിട്ട് കാണുന്നത്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് ഡോമിനേറ്റഡ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ്, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷനായിട്ടാണ് ബന്ധം വയ്ക്കുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസിലാണ്. പിന്നെ ഒരെണ്ണം നോൺ കമ്മ്യൂണിസ്റ്റ് ഡോമിനേറ്റഡ് ഇൻ്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഫ്രീ ട്രേഡ് യൂണിയൻസ്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസിലാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ സെൻട്രൽ ഓർഗനൈസേഷൻസ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ അഫിലിയേഷൻ നേടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അതിൽ 2 സെൻട്രൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, INTUC ആൻഡ് HMS. INTUC എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. HMS എന്ന് പറഞ്ഞാൽ ഹിന്ദു മസ്ദൂർ സഭ. ഇവർക്ക് 2 പേർക്കും, ഈ 2 സെൻട്രൽ ഓർഗനൈസേഷൻസിനും ഇൻ്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഫ്രീ ട്രേഡ് യൂണിയൻസിൻ്റെ അഫിലിയേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ AITUC, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, ഇവർക്ക് വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസിൻ്റെ അഫിലിയേഷനും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന നാഷണൽ ഓർഗനൈസേഷൻസ്, ദാറ്റ് ഈസ് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയി ഫെഡറേഷൻ, the National Federation of Indian Railway Employees, the National Federation of Post and Telegraph Employees, ഇവർക്കൊന്നും ഈ അഫിലിയേഷൻസ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനി നമ്മളുടെ ഈ ട്രേഡ് യൂണിയൻസിൻ്റെ ഫ്യൂച്ചർ റോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യൂണിയൻസ് നമ്മളുടെ കൺട്രിയിൽ ശരിക്കും 2 രീതിയിലുള്ള കാര്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ബാർഗെയിൻ ചെയ്യുന്നതിനും പിന്നെ ഒരെണ്ണം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനായിട്ടും. അപ്പോൾ അവരുടെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മളുടെ എംപ്ലോയീസിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മുടെ ഈ ട്രേഡ് യൂണിയൻസ് ഈ പറയുന്ന സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ലാതെ അവരുടെ മാനസികമായിട്ടും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും കൂടി ഇടപെടണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ. സാധാരണഗതിയിൽ ട്രേഡ് യൂണിയൻസ് ഈ പറയുന്ന വർക്കേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇൻഫർമേഷൻസും ഓർഗനൈസേഷൻസിന് ഫോം ചെയ്യുമ്പോൾ അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ സർവീസ് കണ്ടീഷൻസിനെ കുറിച്ചും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചും മാത്രമാണ്. പക്ഷേ അത് മാത്രമല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. വർക്കേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മാനസികവും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ ട്രേഡ് യൂണിയൻസിന് നല്ല കൗൺസിലിംഗ് ചെയ്യാനായിട്ട് പറ്റണം. കാരണം ഇപ്പോൾ ഈ യൂണിയൻസിന് അതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് റോളാണ് കിട്ടുന്നത്. എംപ്ലോയീസിന് ഈ പറയുന്ന സാമൂഹ്യപരമായിട്ടുള്ള ഒരുപാട് ദോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എംപ്ലോയീസിന് കൗൺസിലിംഗ് കൊടുക്കാം. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, നമ്മുടെ എംപ്ലോയീസിന് അവർക്ക് കുറേ കൂടി വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും പുതിയ നല്ല ഹ്യൂമൻ റിലേഷൻസൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ നന്നായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള സ്കില്ല്, എംപത്തൈസ് ചെയ്യാനുള്ള സ്കില്ല്, കളക്റ്റീവ് ആക്ഷൻസിനുള്ള സ്കില്ലൊക്കെ പ്രോപ്പറായിട്ട് അതിനുള്ള എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുക്കാം. പിന്നെ വെൽഫെയർ, എപ്പോഴും ഈ പറയുന്ന യൂണിയൻസ് മാനേജ്മെൻറ്റുമായിട്ട് സംയോജിച്ച് നമ്മളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വെൽഫെയർ സ്കീംസ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് കൊടുക്കാം. അവർക്ക് വേണ്ട കോപ്പറേറ്റീവ്സ്, അതുപോലെ അവർക്ക് വേണ്ട ബാങ്കുകൾ, നഴ്സറി സ്കൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെൽഫെയറിൽ പെടുത്താം. പിന്നെ ഫാമിലി ആൻഡ് വൊക്കേഷണൽ ഗൈഡൻസ്, ഇപ്പോൾ ഓരോ വർക്കേഴ്സിൻ്റെ ഫാമിലീസിനെയും ട്രേഡ് യൂണിയൻസിന് സപ്പോർട്ട് ചെയ്യാം. അവർക്ക് ഇപ്പം എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ്, കരിയറിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ്, അതുപോലെ തന്നെ ഇപ്പം ഈ പറയുന്ന യൂണിയൻ്റെ മെമ്പറായിട്ടുള്ള എംപ്ലോയീസിൻ്റെ വൈഫ്സിന് അവർക്ക് ചെറിയ ജോലികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഫൈനലി റിസർച്ച്. നമ്മളുടെ ഈ ട്രേഡ് യൂണിയൻസ് നമ്മൾക്ക് ഒരുപാട് ഡേറ്റാസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സോഴ്സും കൂടിയാണ്.
പ്രത്യേകിച്ചും നമ്മളുടെ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ശരിയായിട്ടുള്ള ധാരണ ഉണ്ടാക്കാനായിട്ട് ട്രേഡ് യൂണിയൻസ് മുൻകൈ എടുത്തുകൊണ്ട് ഒരുപാട് റിസർച്ച് പ്രോജക്ട്സൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും കൊളാബറേറ്റഡ് ആയിട്ട് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് കൊളാബറേറ്റഡ് ആയിട്ടും നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫ്യൂച്ചർ പ്ലാനോട് കൂടിയിട്ടാണ് ട്രേഡ് യൂണിയൻസ് നമ്മുടെ ഇന്ത്യയിൽ മുന്നോട്ട് പോകുന്നത്.